നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മോഹിത് നഗറിൻ്റെ ഒരു മാതൃകാ കൃഷിത്തോട്ടത്തെക്കുറിച്ചാണ്. 2 ഏക്കർ വരുന്ന മോഹിത് നഗറിൻ്റെ ഒരു വൃത്തിയുള്ള ഒരു തോട്ടമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഏകദേശം 2 ഏക്കറിൽ 1300ഓളം ചെടികളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് 5 വർഷമായ ചെടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വർഷം മുതൽ 3 വർഷം മുതൽ കായ്ച്ചു തുടങ്ങിയിരിക്കുന്നതാണ്. ഇപ്പോൾ 3-ാം വർഷം 5-ാം വർഷം ചെടികളാണ്. നല്ല നിറയെ കായ് ഉള്ള നല്ല വൃത്തിയുള്ള ചെടിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കമ്പിൽ ഏകദേശം 5 മുതൽ 6 വരെ കൊലകൾ പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അകത്ത് 2 കൊലകൾ ഇപ്പോൾ നിലവിൽ ചെത്തി കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി 4 കൊലകൾ വരെ നമുക്കിനി ചെത്താനുണ്ട്. അപ്പോൾ ഇതിൻ്റെ താരതമ്യേന വലിപ്പം ഇത്തിരി ഇൻ്റർമംഗളെ വെച്ച് വലിപ്പം കുറവാണെങ്കിലും കൂടുതൽ കാപിടുത്തം, കൂടുതൽ കൊലപിടുത്തം ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓണറോട് ഇതിൻ്റെ 1 ഏക്കറിൽ നിന്നുള്ള വരുമാനം ആദായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു ഏക്കറിൽ നിന്ന് ഒരു 10 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെ കിട്ടും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഇത് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്, വേറെ ഷെയ്ഡ് കാര്യങ്ങളൊന്നുമില്ല. 2 ഏക്കർ സ്ഥലത്ത് നമുക്ക് 1300ഓളം ചെടികളാണ് വെച്ചിരിക്കുന്നത്. അത് അകലം 8 അടി അകലത്തിനാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 8 അടി അകലത്തിന് വയ്ക്കാനുള്ള 1 ഏക്കറിൽ നമുക്ക് 650ഓളം ചെടികൾ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നനയ്ക്കാനുള്ള സംവിധാനങ്ങളെല്ലാം വേനയ്ക്ക് കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും. ഇൻ്റർമംഗളെ അപേക്ഷിച്ച് കായ്ക്ക് വലിപ്പം കുറവുണ്ട്, പക്ഷേ കൂടുതൽ കൊല 6 മുതൽ 7 വരെ കൊലകൾ വരുന്നു. അങ്ങനെ നല്ലൊരു ആദായം കിട്ടുന്ന ഒരു ഇനമാണ് ഈ മോഹിത് നഗർ. ഈ മോഹിത് നഗർ ചെടി പല ആൾക്കാരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ വളരുമോ, ലോ റേഞ്ചിൽ വളരുമോ, 1 ഏക്കറിൽ എത്ര വെക്കാൻ പറ്റും, 1 ഏക്കറിൽ നിന്ന് എത്ര ആദായം കിട്ടും എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതിനൊക്കെയുള്ള ഒരു സംശയ നിവാരണത്തിനായിട്ടാണ് നമ്മൾ ഇന്ന് തോട്ടം സന്ദർശിക്കുകയും തോട്ടം ലൈവായിട്ട് തന്നെ വിടുകയും ഇത്രയും മനോഹരമായിട്ടുള്ള ഈ തോട്ടത്തെക്കുറിച്ച് ഒരു വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 5 വർഷമായ ചെടികളാണ്. നമ്മൾ വിത്തളയ്ക്ക ശേഖരിക്കുന്നത് നമ്മൾ 15 മുതൽ 20 വർഷം വരെയുള്ള അടയ്ക്ക മരത്തിൽ നിന്നാണ് നമ്മൾ വിത്തളയ്ക്ക ശേഖരിക്കുന്നത്. ഇത് 5 വർഷമായിട്ട് നമ്മൾ ഇത്തരം ചെടികളിൽ നിന്ന് നമ്മൾ വിത്തളയ്ക്ക ശേഖരിക്കാറില്ല. 15 വർഷം മുതൽ 20 വർഷം വരെയുള്ള ചെടികളിൽ നിന്നാണ് നമ്മൾ വിത്തളയ്ക്ക ശേഖരിക്കുന്നത്. ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ കൂടുതലും ഇവിടെ കേരളത്തിൽ തന്നെ ഇതിൻ്റെ പഴുക്കായ്ക്ക് തന്നെയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടയ്ക്കായ്ക്ക് ഈ വർഷം താരതമ്യം 2-3 വർഷത്തെ അപേക്ഷിച്ച് നല്ല വില കിട്ടുന്നുണ്ട്. കർഷകർക്ക് 450ഓളം രൂപ അവർക്ക് വില ലഭിക്കുന്നുണ്ട്. അപ്പോൾ അടയ്ക്ക കൃഷി ഇങ്ങനെ ലാഭകരമായിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കൂടുതൽ 1 ഏക്കർ സ്ഥലത്ത് ഏകദേശം ഒരു 650-700 ചെടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമായിട്ട് തന്നെ ചെയ്യാൻ കിട്ടും. 1 ഏക്കറിൽ നിന്ന് നമുക്കൊരു 12 ലക്ഷം രൂപയുടെ വരുമാനം ലഭിക്കുന്ന രീതിയിൽ നമുക്ക് ഈ അടയ്ക്ക കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ്റർമംഗളയാണെങ്കിൽ നമുക്ക് അടയ്ക്കായ്ക്ക് വലിപ്പമുണ്ട്, പക്ഷേ എണ്ണം ഒരു 4-5 കൊല വരെ വരുന്നുണ്ട്. പക്ഷേ അടയ്ക്ക താരതമ്യേന മറ്റു ചെടികളെ അപേക്ഷിച്ച് വലിപ്പമുള്ള അടയ്ക്കായിരിക്കും. അതുപോലെ തന്നെ 2.5 വർഷം മുതൽ ഇൻ്റർമംഗള കായ്ച്ചു തുടങ്ങും. മോഹിത് നഗർ 3 വർഷം മുതൽ കായ്ച്ചു തുടങ്ങുന്നു. ഇൻ്റർമംഗള 2.5 വർഷം മുതൽ കായ്ച്ചു തുടങ്ങുന്നു. ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇത് വർഷത്തിൽ വേനൽക്കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് നനയ്ക്കുന്ന ഒരു ചെടിയാണ്. ഇതിപ്പോൾ കോയമ്പത്തൂർ കാലാവസ്ഥയിൽ ഒരു വേനൽക്കാലത്താണ് ഇത് നനയ്ക്കുന്നതും വളപ്രയോഗം ചെയ്യുന്നതും. പക്ഷേ മറ്റുള്ള നമുക്ക് ജലസേചന സൗകര്യം ഉള്ളതനുസരിച്ചാണ് നമുക്ക് വളപ്രയോഗം നടത്തേണ്ടത്. ജലസേചനം സൗകര്യം കുറവുള്ളത് ഏരിയയിൽ മഴക്കാലത്താണ് നമുക്ക് വളം ചെയ്യാൻ ഉത്തമം. അതുപോലെ തന്നെ വലിപ്പോൾ ഇതുണ്ടോ തിക്കായിട്ടുള്ള അടയ്ക്കാണ് മോഹിത് നഗറിൻ്റെ. അപ്പോൾ ഈ വളപ്രയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ജൈവവളങ്ങളും രാസവളങ്ങളും മാറി ചെയ്യുക എന്നുള്ളതാണ്. ആട്ടുംകാഷ്ടം, അതുപോലെ തന്നെ കോഴിവളം, ചാണകപ്പൊടി, എല്ലുപൊടി ഒക്കെ, അതുപോലെ തന്നെ പൊട്ടാഷ്, യൂറിയ, ഫാറ്റംഫോസ് അങ്ങനെയൊക്കെയുള്ള വളങ്ങളും രാസവളങ്ങളും ജൈവവളങ്ങളും മിക്സ് ചെയ്താണ് ഇതിന് കൊടുക്കുന്നത്. ജലസേചനം കൊടുക്കുക, വളം കൊടുക്കുക, അങ്ങനെ വർഷത്തിൽ 3 പ്രാവശ്യം വളം കൊടുക്കുകയും ജലസേചനം നടത്തുകയും ചെയ്താൽ നല്ല രീതിയിലുള്ള ഈൽഡ് കിട്ടുന്ന ഒരു ഇനമാണ് നമുക്ക് ഈ മോഹിത് നഗർ. അതുപോലെ തന്നെ ഇൻ്റർമംഗളയൊക്കെ അടയ്ക്ക വലിപ്പമുണ്ട്. അതുപോലെ തന്നെ ഈ കൃഷിനെ കുറിച്ച് അടയ്ക്ക കൃഷി വളരെ ഒരു 5-6 വർഷമായിട്ട് ഇപ്പോൾ താരതമ്യേന നല്ല വില ലഭിക്കുന്നതിൽ കർഷകർക്ക് ഏറ്റവും ആശ്വാസകരമാണ് ഈ അടയ്ക്ക കൃഷി എന്ന് പറയുന്നത്. ഈ പുതിയ ഇനങ്ങളായിട്ടുള്ള ഇൻ്റർമംഗള, മോഹിത് നഗർ പോലെയുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ വന്നതോടെ കർഷകർക്ക് നല്ലൊരു ആശ്വാസമാവുന്ന ഒരു കൃഷിയാണ് അടയ്ക്ക കൃഷി. നമ്മൾ വിത്തളയ്ക്ക ശേഖരിക്കുന്നത് തോട്ടം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ വിത്തളയ്ക്ക ശേഖരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ കോയമ്പത്തൂർ ഏരിയയിൽ പല തോട്ടങ്ങളും സന്ദർശിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ചെടിയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്, 5 വർഷമായത്. നമ്മൾ മദർ പ്ലാന്റായിട്ട് വിത്തളയ്ക്ക എടുക്കുന്നത് 15 വർഷം പ്രായമായ ചെടികളിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു 5 വർഷം പ്രായമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നല്ല ചെടികളിൽ നിന്നും വിത്തളയ്ക്ക നേരിട്ട് ശേഖരിക്കുകയും അതിനെക്കുറിച്ച് പ്രേക്ഷകരിലേക്ക് ഈ വീഡിയോ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അങ്ങനെ കൃഷിയെക്കുറിച്ചുള്ള ഒരു നല്ലൊരു ബോധം
ഉണ്ടാകുകയും നല്ല ഇൻ്റർമംഗള അതുപോലെ തന്നെ മോഹിത് നഗറിൻ്റെ നല്ല വിത്തടക്കയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് നമ്മൾ കൊടുത്തു വരുന്നത്. ഈ വർഷം നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ഈ നല്ല തോട്ടം കാണുകയും അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള അബോധം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഗുണമേന്മയുള്ള തോട്ടങ്ങൾ കണ്ടെത്തി അതിൽ നിന്നും ശേഖരിക്കുന്ന വിത്തടയ്ക്ക വെച്ചാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള തോട്ടം സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകുകയും അതനുസരിച്ച് വിത്തടയ്ക്ക അങ്ങനെയുള്ള നല്ല തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും അത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ തൈകൾ നമുക്ക് ഈ ഇൻ്റർമംഗള മോഹിത് നഗർ ഏറ്റവും കൂടുതൽ കർഷകർ ചോദിക്കുന്ന ഈ ഐറ്റമാണ് ഇൻ്റർമംഗള മോഹിത് നഗർ. ഇതിൻ്റെ തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കേരളത്തിലെ അങ്ങോളം ഹൈവേകളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടായിരിക്കുന്നതാണ്. ഓർഡർ അനുസരിച്ച് നമ്മൾ കേരളത്തിൽ എവിടെയാണല്ലോ ഹൈവേയിൽ ഇറക്കി തരുന്നതാണ്. നമ്മുടെ നഴ്സറിയുടെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയാണ്. ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി, മൂന്നാറിൽ നിന്നും അതുപോലെ തന്നെ അടിമാലിൽ നിന്നും തൊടുപുഴയിൽ നിന്നും എത്താൻ എളുപ്പം ഉള്ള ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിലാണ് നമ്മുടെ നഴ്സറിയുടെ ലൊക്കേഷൻ വരുന്നത്. കൂടാതെ കേരളത്തിൽ എവിടെയും നമ്മുടെ സപ്ലൈ ഉണ്ടായിരിക്കുന്നതാണ്. മംഗളയുടെ വിത്തടയ്ക്കാണ് എത്തിയിരിക്കുന്നത്, നമ്മുടെ നഴ്സറിയിൽ എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചാക്ക് പൊട്ടിച്ച് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ചാക്ക് പൊട്ടിക്കാൻ പോവുകയാണ്. വേടാ ഇത് കണ്ടല്ല, വലിപ്പമുള്ള അടയ്ക്കാണ്, നല്ല വലിപ്പമുള്ള അടയ്ക്ക. ഇതാണ് ഇൻ്റർമംഗളയുടെ അടയ്ക്ക, നല്ല വലിപ്പമുള്ള. ഇതിൻ്റെ തൊണ്ടുകെട്ടി കുറവാണ്. അടയ്ക്ക അതിൻ്റെ തുള്ളിലെ അടയ്ക്കയ്ക്ക് നല്ല വലിപ്പം കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. വിത്തടയ്ക്ക നല്ല സൂപ്പറായിട്ടുള്ള, നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി നമ്മളെ തോട്ടത്തിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച അടയ്ക്കാണ് ഇപ്പോൾ നമ്മളിവിടെ ഉടഞ്ഞിട്ടിരിക്കുന്നത്. ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ മണലിലിട്ട് മുളപ്പിച്ചതിന് ശേഷമാണ് കവറിലേക്ക് എടുത്തു വയ്ക്കുന്നത്. നമ്മുടെ ഇൻ്റർമംഗളയുടെ വിത്തടയ്ക്കാണ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത്. ചാക്ക് ഏകദേശം ഫുള്ള് എല്ലാം ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10-15 ദിവസത്തിന് ശേഷം നമ്മളിത് മണലിലേക്കിട്ട് മുളച്ച് വരുന്ന മുറയ്ക്ക് കവറിലേക്കിട്ട് തൈയാക്കി ഏകദേശം ജൂൺ മാസമാകുമ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റിയ ആരോഗ്യമുള്ള തൈകൾ ആക്കിയെടുക്കുന്നതാണ്. അതിനുള്ള ആരോഗ്യമുള്ള അടയ്ക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഇൻ്റർമംഗളയുടെയും അതുപോലെ മോഹിത് നഗറിൻ്റെ, ഇതിപ്പോൾ ഇൻ്റർമംഗള മോഹിത് നഗറിൻ്റെ ലോഡ് അടുത്ത ദിവസം വരും. അപ്പോൾ എല്ലാ ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് തോട്ടം നേരിട്ട് കണ്ട് ശേഖരിച്ച വിത്തടയ്ക്കാണ് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത്.